ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാര്യത്തെ കിളിക്കൂടി റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി പറയുന്നു, ഇല്ല ഞാൻ വരുന്നില്ല. അപ്പൊ സുധീഷ് പറയുകയാണ്, അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിധി പറയുന്നു, ഞാൻ യാത്രയൊക്കെ പറഞ്ഞു വന്നതല്ലേ, വീണ്ടും തിരിച്ചങ്ങോട്ട് വേണ്ട, ഞാൻ വരുന്നില്ല. സുധീഷ് പറയുന്നു, എടോ അതൊന്നും കാര്യമാക്കാനില്ലെന്നേ, ഇയാള് വന്നേ. സുധീഷ് പറയുന്നു, ശരി, താൻ വേറെന്ത് ചെയ്യാനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? വേറെന്തെങ്കിലും നോക്കാമെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, അതാ ഞാൻ ചോദിച്ചത്, വേറെ എന്ത് നോക്കും? തിരിച്ചു ചെല്ലുമ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കും, അപ്പൊ ഞാൻ എന്ത് മറുപടി പറയും? അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ. നിധി പറയുന്നു, സുഭാഷ് ഏട്ടനോട് വരെ യാത്ര പറഞ്ഞു വന്നതല്ലേ, എങ്ങനെ ഞാൻ മുമ്പിൽ ചെന്ന് നിൽക്കും? സുധീഷ് പറയുന്നു, ഷേടാ ഇതുപോലെ ചെന്നങ്ങ് നിന്നാ മതി. എടോ താൻ ചെന്നാൽ ആരും എന്താ വന്നെന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല, എല്ലാവർക്കും ഇത് സന്തോഷമാവുകയുള്ളൂ. താനിക്ക് വന്നേ, നമുക്ക് പോകാം. നിധി പറയുന്നു, അത് ശരിയാകില്ല, ഞാൻ പോരാനുള്ള കാരണം അടക്കം എല്ലാം പറഞ്ഞതാ, ഇനി വന്നാൽ അത് പറ്റില്ല. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, ദേ ഇയാളുടെ വീട്ടുകാരെ പോലെ ഈഗോ ഉള്ളവരൊന്നും അല്ല അവര്, എന്തിനാ വന്നേന്ന് അവരാരും ചോദിക്കാൻ പോകുന്നില്ല. ഇയാള് ധൈര്യമായിട്ട് വാ, താൻ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ നിധിയുടെ ബാഗ് മേടിച്ച് കാറിലേക്ക് വെക്കുകയാണ് സുധീഷ്. കാറിലേക്ക് കയറിയിരുന്ന നിധി ചോദിക്കുന്നു, വീട് കിട്ടാത്തതിന്റെ കാരണം ശരിക്കും ഇയാളല്ലല്ലോ? സുധീഷ് പറയുന്നു, ഇയാൾക്ക് ഇനി എന്നെ സംശയമാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ തന്നെ ഇയാൾക്കൊരു വീട് കണ്ടുപിടിച്ച് ശരിയാക്കി തരാം, പോരെ? നിധി പറയുന്നു, വേണ്ട, ഇനി ഇയാൾ ഒന്നിനും നിൽക്കണ്ട, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സുധീഷ് പറയുന്നു, ഓക്കെ ശരി, ആദ്യം ബെൽറ്റ് ഇട്. അങ്ങനെ സുധീഷ് സന്തോഷത്തോടുകൂടി നിധിയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ടെൻഷനോടുകൂടി വീട്ടിലേക്ക് വരികയാണ് ഹരീഷും നികേഷും. നികേഷ് ഉറക്കെ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എവിടെ? അപ്പൊ സുഭാഷ് പറയുന്നു, നീ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറ. നികേഷ് പറയുകയാണ്, ആദ്യം ഞാൻ ചോദിച്ചതിനാ മറുപടി പറ, ഏട്ടത്തി എവിടെ? സുഭാഷ് ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ നികേഷ് പറയുകയാണ്, അപ്പോ ഏട്ടത്തി പോയി എന്നുള്ളത് ശരിയാണല്ലേ? സുഭാഷ് ചോദിക്കുന്നു, പോവുകയോ? അത് നിന്നോടാരാ പറഞ്ഞത്? ഞാനെന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എങ്ങോട്ട് പോകാൻ? അവൾ എങ്ങോട്ടും പോയിട്ടില്ല. ഹരീഷ് പറയുന്നു, അപ്പൊ ചന്തു കണ്ടതോ? ബാഗും തൂക്കി സുധീഷ് ഏട്ടൻ ഏട്ടത്തിയുടെ ഒപ്പം പോകുന്നത് ചന്തു കണ്ടതാ. നിധിയുടെ റൂമിൽ ചെന്ന് നോക്കിയിട്ട് നികേഷ് പറയുന്നു, ചന്തു പറഞ്ഞത് ശരിയാ ഹരീഷേട്ടാ, ഏട്ടത്തിയുടെ ഒരു സാധനവും ആ മുറിയിലില്ല. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക് തിരിച്ചു പോയോ? സുഭാഷ് പറയുന്നു, എടാ അത് അങ്ങനെയല്ല. നികേഷ് പറയുന്നു, പിന്നെങ്ങനെയാ? രാവിലെ ഞാൻ കോളേജിലേക്ക് പോകുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ പോയ പിന്നെ എന്താ സംഭവിച്ചത്? ഇവിടെ വല്ല വഴക്കം ഉണ്ടായോ? അതോ അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഹരീഷ് ചോദിക്കുന്നു. സുഭാഷ് ഏട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇവിടെ എന്താ ഉണ്ടായതെന്ന് സുഭാഷ് ഏട്ടൻ അറിയാം, അത് ഞങ്ങളോടും കൂടി പറ, ഞങ്ങളും അറിയട്ടെ. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് സുഭാഷ് ഏട്ടൻ അറിയാം, അത് ഞങ്ങളോട് പറയാഞ്ഞിട്ടാ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ സുധീഷ് ഏട്ടൻ കിടക്കുന്നത് ഇവിടെ ഹോളിലാ. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഒരാൾക്കും ദഹിക്കാത്ത മറുപടി. രണ്ടുപേരും പ്രേമിച്ച വിവാഹം കഴിച്ചെന്ന് പറഞ്ഞു, എന്നാൽ അതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അതറിഞ്ഞിട്ടും സുഭാഷ് ഏട്ടൻ ഒളിച്ചു വെക്കുക. അത് ശരിയല്ലേ സുഭാഷ് ഏട്ടാ? നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടൻ പറഞ്ഞത് ശരിയാണോ? സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഏട്ടത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണോ? വാ തുറന്ന് പറ സുഭാഷ് ഏട്ടാ, ഏട്ടത്തി ഇറങ്ങിപ്പോയതാണോ? ഇനി തിരിച്ചു വരുമോ ഇല്ലയോ? എന്താ അതിനു മാത്രം പ്രശ്നം ഉണ്ടായത്? ചേട്ടൻ ഇങ്ങനെ മിണ്ടാ നിൽക്കാതെ തുറന്നു പറ, എന്ത് സന്തോഷത്തോടെ രാവിലെ ഇറങ്ങിപ്പോയതാ, ഉച്ചയായപ്പോഴേക്കും ഇങ്ങനെയായി. എന്താ നമ്മുടെ വീട് ഇങ്ങനെ? തോളിൽ കൈവച്ച് സുഭാഷ് പറയുന്നു, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. നികേഷ് പറയുന്നു, എന്നാ പിന്നെ കാര്യം പറ, ഏട്ടത്തി വരുമോ ഇല്ലയോ? സുഭാഷ് പറയുന്നു, ഞാൻ പറയാം, ദേ നോക്ക്, നീ അത് കേട്ടിട്ട് വിഷമിക്കരുത്. നമ്മുടെ സുധീഷും നിധിയും ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ്. സുധീഷും നിധിയും അവരെ കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ഹരീഷും നികേഷും. സുഭാഷ് വിശ്വസിക്കാനാകാതെ നിൽക്കുന്നു. നികേഷ് ചോദിക്കുന്നു, ഇത് എങ്ങോട്ടാ നിങ്ങൾ പോയത്? ഹരീഷ് ഏട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ചന്തു ബാഗൊക്കെ എടുത്ത് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ സുഭാഷ് ഏട്ടൻ മിണ്ടാതിരിക്കുന്നു. ആകെ ടെൻഷനായി പോയി ഞാൻ. എങ്ങോട്ടാ ഏട്ടത്തി പോയത്? നിധി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, അതെ, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോയില്ലല്ലോ, അതുകൊണ്ട് ഹണിമൂണിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതായിരുന്നു എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സംശയത്തോടു കൂടി ഹരീഷ് ചോദിക്കുന്നു, പിന്നെന്താ പോകാതെ തിരിച്ചു വന്നത്? സുധീഷ് പറയുന്നു, അല്ല, ചൂട്, എന്തൊരു ചൂടാണെന്നേ, ഭയങ്കര ഉഷ്ണം. ഈ വേനൽക്കാലം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങി പോന്നു. ബാഗ് ഇങ്ങ് എടുക്കെന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ നിന്നും ബാഗും വാങ്ങിച്ച് അകത്തേക്ക് പോവുകയാണ് നിധി. നികേഷ് പറയുന്നു, അല്ല സുഭാഷ് ഏട്ടാ, ഇവര് വരുന്നതിന്റെ തൊട്ടു മുമ്പേ സുഭാഷ് ഏട്ടൻ എന്തോ പറയാൻ വന്നില്ലേ, ഞാൻ കേട്ടിട്ട് വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞത്, അതെന്തായിരുന്നു? ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, എടാ അതെ, നീ കോളേജിൽ പോയ ശേഷം പെട്ടെന്നല്ലേ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്, നിങ്ങളോട് പറയാതെ പോയതിന് നിങ്ങൾക്ക് ചിലപ്പോ വിഷമം ഉണ്ടായാലോ, അത് വേണ്ടെന്നാ സുഭാഷ് ഏട്ടൻ ഉദ്ദേശിച്ചത്. നികേഷ് ചോദിക്കുന്നു, അതായിരുന്നു അല്ലേ? ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, എടാ നീ വന്ന് ചോദിക്കട്ടെ, സ്റ്റഡി ലീവ് കഴിഞ്ഞ് കോളേജിൽ പോയതല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ നികേഷിനെ ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് അകത്തേക്ക് പോകാനെ തുടങ്ങുമ്പോൾ ഹരീഷ് പറയുന്നു, ഒന്ന് നിന്നെ, സുധീഷ് ഏട്ടൻ നാക്കെടുത്ത കള്ളമേ പറയും, പക്ഷേ ആ കള്ളന് കഞ്ഞി വെച്ചവനാകരുത് സുഭാഷ് ഏട്ടൻ, എനിക്ക് അതേ പറയാനുള്ളൂ. അങ്ങനെ ഹരീഷ് അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് സുഭാഷ്. സുധീഷ് അടുക്കളയിലേക്ക് വരുമ്പോൾ സുഭാഷ് പറയുന്നു, ഹരീഷിനോടും നികേഷിനോടും ഞാൻ ഇപ്പൊ തന്നെ എല്ലാം തുറന്നു പറഞ്ഞേനെ. എടാ അവര് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ എന്തു പറയും? കറക്റ്റ് സമയത്ത് തന്നെ നീ വന്നു, അതെന്തായാലും ഭാഗ്യമായി, അല്ലെങ്കിൽ ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞു പോയേനെ. വീട് കിട്ടിയെന്ന് പറഞ്ഞല്ലേ പോയത്, പിന്നെന്തിനാ തിരിച്ചു വന്നത്?
വന്നത്? ഈ സമയം അവിടേക്ക് വന്ന നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ കുറച്ച് വെള്ളം. സുഭാഷ് വെള്ളം എടുത്ത് കൊടുത്തിട്ട് ചോദിക്കുന്നു, എന്താ ഉണ്ടായത്? വീട് കിട്ടിയില്ലേ? നിധി പറയുന്നു, ഇന്നലെ എല്ലാം ഓക്കെ പറഞ്ഞ് ടോക്കൺ അഡ്വാൻസ് വരെ വാങ്ങിയ ആളാ. ഇന്ന് തിരിച്ചു വന്നപ്പോ പറയുക വീടില്ലെന്ന്. സുഭാഷ് ചോദിക്കുന്നു, കാരണം? നിധി പറയുകയാണ്, അറിയില്ലെന്നേ. സുധീഷ് പറയുന്നു, അതേന്നെ, ഞാൻ കൊണ്ടുവിട്ടപ്പോഴേ എനിക്കൊരു കോള് വന്നു. അത് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ പോയ പോലെ ആള് തിരിച്ചു വന്നു. സുഭാഷ് ചോദിക്കുന്നു, അതെങ്ങനെ? അഡ്വാൻസ് വാങ്ങിട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? സുധീഷ് പറയുന്നു, ഞാനും പോയിട്ട് അത് ചോദിച്ചത്. അപ്പൊ അയാള് സംസാരിക്കാൻ പോലും നിൽക്കാതെ ഒരൊറ്റ പോക്ക്. സുഭാഷ് പറയുന്നു, നിന്റെ കാര്യം മോളെ കഷ്ടം. നല്ല വീട്ടിൽ ജനിച്ചു വളർന്നിട്ട് ഇങ്ങനെ വാടക വീട് അന്വേഷിക്കേണ്ട ഗതി വന്നു അല്ലേ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മോളെ? ഇവൻ കാരണമല്ലേ നീ ഇറങ്ങി പോകുന്നത്? ഇവന്റെ നുണയെ അങ്ങ് വിട്ടേക്ക്. ഞങ്ങളൊക്കെ ഇല്ലേ മോളെ? മോൾ ഇവിടെ താമസിക്കുന്നതില് ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അനിയത്തി, അത്രേ ഉള്ളൂ. സുധീഷ് മനസ്സിൽ പറയുന്നു, തങ്കച്ചിപ്പാസം തുടങ്ങി. ഇയാൾ ശരിക്കും തമിഴ്നാട്ടിലായിരുന്നു. സുഭാഷ് പറയുന്നു, മോളെ വീട് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം, ഞാൻ തപ്പിപ്പിടിച്ചു തരാം. സുധീഷ് കശ്മലാന്ന് വിളിക്കുകയാണ് മനസ്സിൽ. സുഭാഷ് പറയുന്നു, അതുവരേക്കും ഇവിടെ നിൽക്കാം, ആരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാകില്ല. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഇത് നിന്റെ വീടായിട്ട് കരുതിക്കോളാൻ. ഇതെല്ലാം കേട്ട് നിധി അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ നേരെ വിരൽ ചൂണ്ടി സുഭാഷ് പറയുന്നു, എടാ സത്യം പറഞ്ഞോ, എനിക്ക് നിന്നെ കാര്യമായിട്ട് സംശയമുണ്ട്. എന്ത് സംശയമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ആ വീട് കിട്ടാതാക്കിയത് നീയല്ലേ? സുധീഷ് ചോദിക്കുന്നു, എന്താ ഏട്ടാ ഈ പറയുന്നത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, ദേ സത്യം പറ, നീയല്ലേ ആ വീടിന് പാര വെച്ചത്? സുധീഷ് പറയുന്നു, അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്ക്. സുഭാഷ് പറയുന്നു, ഇല്ല, നീ തന്നെ ആയിരിക്കും പണി കൊടുത്തിരിക്കുന്നത്, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ചേട്ടനെ സമ്മതിക്കണം, ഇതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാ കണ്ടുപിടിച്ചത്? സുഭാഷ് മഹാഭാബി എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുന്നു, അതെ ഞാൻ തന്നെ പാര വെച്ചത്. സുഭാഷ് പറയുന്നു, ഞാൻ അപ്പോഴേ വിചാരിച്ചതാ, നീ എന്തിനാണ് അത് ചെയ്തത്? സുധീഷ് പറയുന്നു, അവളെ വിടാതിരിക്കാൻ. ചേട്ടാ, അവള് പോകണമെന്ന് വാശി പിടിക്കുമ്പോൾ നമുക്കെങ്ങനെ വിടാൻ പറ്റുമോ? ഒരുപാട് കഷ്ടപ്പെട്ട് നുണകളൊക്കെ പറഞ്ഞുണ്ടാക്കിയ കല്യാണമല്ലേ, അത് വിട്ടുകളയാൻ എളുപ്പമാ, പക്ഷെ ഇങ്ങനെ ഒരാളെ സെറ്റാക്കാനാണ് പാട്. സുഭാഷ് ചോദിക്കുന്നു, എടാ ആ കുട്ടി അറിഞ്ഞാലേ എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എടാ നിന്നെ കുറിച്ച് എന്താ കരുതുകയെന്നറിയുമോ? സുധീഷ് പറയുന്നു, അല്ല എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുക. സുഭാഷേട്ടനായാലും നിധി ആയാലും ഞാൻ നുണ പറഞ്ഞതില് കുറ്റം കണ്ടുപിടിക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതൊന്നും ഇവിടെ ആരും കാണുന്നില്ല. അവള് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതാർക്കും മനസ്സിലാകുന്നില്ല. അവക്ക് വേണ്ടി ഞാൻ എത്രയോ തല്ലുവാങ്ങിയെന്നറിയുമോ? അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. സുഭാഷ് പറയുന്നു, അതെ നീ അവളെ കടത്തിക്കൊണ്ട് വന്നതേ അവളുടെ സന്തോഷത്തിന് വേണ്ടിയൊന്നുമല്ല, നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. ആടി കൊണ്ടതേ അവൾക്ക് വേണ്ടിയുള്ള ത്യാഗമൊന്നുമല്ല, അത് നിന്റെ കുരുട്ടി ബുദ്ധി ജയിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൂട്ടിയതാ. സുധീഷ് പറയുന്നു, ആയിക്കോട്ടെ, പക്ഷെ ഇപ്പോ അവളെന്റെ ഭാര്യയല്ലേ? സുഭാഷ് ചോദിക്കുന്നു, അവള് നിന്നെ ഭർത്താവായിട്ട് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. സുധീഷ് പറയുകയാണ്, അവളിപ്പോ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ, അവളുടെ കഴുത്തിലുള്ളതേ ഞാൻ കിട്ടിയ താലിയ. ഒരു ദിവസം അവളത് മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാൻ തുടങ്ങും, നോക്കിക്കോ. അവൾ ഇനി എത്ര വീട് നോക്കിയാലും അതിനൊക്കെ ഞാൻ പാര പണിയും. സുഭാഷ് ചോദിക്കുന്നു, എടാ നീ ചെയ്യുന്നത് വലിയ തെറ്റല്ലേ? സുധീഷ് പറയുകയാണ്, അതിന് ഞാൻ അവളെ ഒന്നിനും നിർബന്ധിക്കുന്നില്ലല്ലോ, തെറ്റായിട്ടൊന്നും നോക്കുന്നത് പോലുമില്ല, അവളുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള കുറെ വഴികൾ ഇങ്ങനെ നോക്കുന്നു. സുഭാഷ് ഏട്ടാ, ഈ സ്നേഹമല്ല വെറുപ്പാണ് ചേട്ടാ തെറ്റ്. സുഭാഷ് പറയുന്നു, എടാ നീ ആ കുട്ടിയുമായിട്ട് നന്നായിട്ട് ജീവിക്കുന്നതില് എനിക്ക് എതിർപ്പോ ദേഷ്യമോ ഒന്നുമില്ല, എനിക്ക് സന്തോഷമാണ് സത്യം. പക്ഷെ ഒന്നുണ്ട്, നീ ഇപ്പൊ ചെയ്യുന്നത് അത് സ്നേഹം നിർബന്ധമായിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക, അതിനുള്ള സിറ്റുവേഷനിലൂടെ അവളെ അങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എടാ ഒരു നായ്ക്കുട്ടിയെ സ്നേഹത്തോട് വാങ്ങി നമ്മളെ തിരിച്ചു സ്നേഹിപ്പിക്കാൻ അതിനെ ശീലിപ്പിക്കുന്നത് പോലെ മനുഷ്യരോട് കാണിക്കാൻ പറ്റില്ല സുധീഷേ. എടാ മനുഷ്യര് തമ്മിലുള്ള പ്രേമം അത് മനസ്സിൽ നിന്നുണ്ടാകേണ്ടതാ, അത് ശീലം കൊണ്ട് സംഭവിക്കുന്നതൊന്നും അല്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ളിൽ ആ സ്നേഹം ഉണ്ടായാൽ അത് നല്ലതാണെന്നേ ഞാൻ കരുതൂ. നോക്ക്, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, കേട്ടല്ലോ? സുധീഷ് പറയുന്നു, അതെ സുഭാഷേട്ടാ, വളരെ ചിന്തിപ്പിക്കുന്നതും മൂല്യമുള്ള കാര്യവുമാ സുഭാഷേട്ടൻ പറഞ്ഞത്. നാടകത്തിലും സീരിയലിലും ഒക്കെ ആണെങ്കിൽ ഇത് നല്ല കറക്റ്റ് ഡയലോഗ്സാ, പക്ഷെ ഇത് ഇതേപോലെ അവളുടെ അടുത്ത് പോയി അങ്ങ് വിളമ്പിയേക്കരുത്, കേട്ടോ? ഈ മനുഷ്യന്മാരുടെ ജീവിതം സുഭാഷേട്ടൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, ചിന്താ വിഷയത്തിൽ ഭയക്കുന്നത് പോലെയല്ല, അതിലിത്തിരി കുതന്ത്രവും തട്ടിപ്പും പാരമണിയലും ഒക്കെ ഉണ്ടാകും. ഞാൻ അതൊക്കെ എടുത്തങ്ങ് പയറ്റി ഒരു വിധത്തിൽ ജീവിതം സെറ്റാക്കിക്കൊണ്ടിരിക്കുക, അബദ്ധത്തിൽ പോലും ഇടയ്ക്ക് കയറി എനിക്കിട്ട് പണിയരുത് സുഭാഷേട്ടാ. സുഭാഷേട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാരണം എന്റെ ഉദ്ദേശം നല്ലതാ, ഞാനായിട്ട് ഒരു തെറ്റും ചെയ്യില്ല. ആ കൈ ഇങ്ങോട്ട് തന്നെ ഉറപ്പെന്ന് പറഞ്ഞ് സുഭാഷിന് കൈ കൊടുത്ത് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ഉറങ്ങാനായി കിടക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും നികേഷും എല്ലാം. അകത്തേക്ക് കയറി വന്ന ഭാസ്കരൻ പറയുന്നു, കൊതുക് തൂക്കിയെടുത്തോണ്ട് പോകാൻ നോക്കുക, ഈ കൊതുക് തിരി എവിടെ ഇരിക്കുന്നത്? കൊതുക് തിരി ഉണ്ടോടാ? നികേഷ് പറയുന്നു, ഇല്ലെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഇല്ലെന്നേ. സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഭാസ്കരൻ മനസ്സിൽ പറയുന്നു, ഇവനെന്താ ഇവിടെ കിടക്കുന്നത്? അങ്ങനെ അവിടെ ഇരിക്കുന്ന ചൂലെടുത്ത് സുധീഷിന്റെ കാലിൽ ഇക്കിളിയാക്കുകയാണ് ഭാസ്കരൻ. ഇത് കണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ ഫോണിൽ നോക്കി കിടക്കുന്ന സുധീഷ് ചിരിക്കുകയാണ്. സുഭാഷിട്ടാ, മോശമല്ലേ ഇതൊക്കെ? അങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിയുന്ന സുധീഷ് കാണുകയാണ് ചൂലുമായി നിൽക്കുന്ന ഭാസ്കരനെ. ഭാസ്കരൻ ചോദിക്കുന്നു, ഇടിക്കുന്നോ? ഇണിക്കടാ കാട്ടരുമേ, ഇണിക്കടാ. സുഭാഷ് പറയുന്നു, ആ ചെല്ല്. എഴുന്നേറ്റിരുന്ന് സുധീഷ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നത്? എവിടെ കിടക്കാൻ പോവുകയാണോ? ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്തിനാണ്
ഇവിടെ കിടക്കുന്നത്? സുധീഷ് പറയുന്നു, നിങ്ങളൊരു വലിയ ബംഗ്ലാവ് ഉണ്ടാക്കി AC റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഞാൻ അവിടെ പോയി കിടക്കാം. ഭാസ്കരൻ പറയുന്നു, എടാ അറക്കാൻ കൊടുക്കാനുള്ള പ്രായമായില്ലേടാ പോത്തെ, നിനക്ക് വേണമെങ്കിൽ നീ ഒരു AC റൂം ഉണ്ടാക്കണം, അല്ലാതെ ഞാൻ എന്തിനുണ്ടാക്കണം? സുഭാഷ് ചോദിക്കുന്നു, അച്ഛാ ഉറങ്ങാൻ കിടന്നവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? സുധീഷ് പറയുന്നു, അത് തന്നെ, കുടിച്ചാ വയറ്റി കിടക്കണം. ഭാസ്കരൻ ചോദിക്കുന്നു, എടാ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേടാ, നീ അവളും ഭാര്യ ഭർത്താക്കന്മാരല്ലേ, എന്നിട്ട് എന്തിനാ ഇവിടെ കിടക്കുന്നത്? നടതള്ളിയ അമ്പലക്കാളയാണോടാ നീ? ചെന്നാ മുറിയിൽ കിടക്കടാ. ഇത് കേട്ട് സുധീഷ് റൂമിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ചു തുടങ്ങിയ സുഭാഷ് പറയുന്നു, അച്ഛൻ പോയി കിടക്കാൻ നോക്ക്. ഭാസ്കരൻ പറയുന്നു, എടാ അവൻ നിന്റെ പോലെ ബ്രഹ്മചാരിയൊന്നുമല്ല, അവന്റെ കെട്ട് കഴിഞ്ഞു, ഇനി അവൻ അകത്ത് ആ മുറിയിൽ കിടന്നാ മതി. ശേ നാണക്കെട്ട ചെറുക്കൻ, എടാ എഴുന്നേൽക്കടാ. സുധീഷ് അവിടെ നിന്ന് എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് സുഭാഷ് പറയുന്നു, അവിടെ ഇരിക്കടാ. വേണ്ട, സുധീഷ് പറയുകയാണ്, അല്ല അച്ഛൻ പറഞ്ഞു. ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്തിനാടാ അനുവാദം ചോദിക്കുന്നത്? നിനക്ക് നാണമില്ലടാ സുഭാഷ് അവനെ തടയാൻ? ഇതെന്താ പരസ്പരം നോക്കി കളിക്കുന്നു? എല്ലാം എടുത്തോണ്ട് അകത്തോട്ട് പോ. എടുത്തു എന്ന് പറഞ്ഞ് പായും തലേണയും എല്ലാം എടുക്കുകയാണ് സുധീഷ്. നികേഷ് നീ ഫോണിൽ കളിച്ചു എന്ന് പറഞ്ഞ് ഫോൺ നികേഷിന് കൊടുക്കുകയാണ് സുധീഷ്. ഭാസ്കരൻ പറയുന്നു, ചെല്ല അകത്ത് പോടാ. വാതിലിന്റെ അരികിലേക്ക് ചെന്ന സുധീഷ് മടിച്ചു നിൽക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, തട്ടടാ. എടാ മുറി തട്ടാൻ. അയ്യോ വാതിലിന് വേദനിക്കും, ഉറക്ക തട്ടടാ. നിധിന്ന് വിളിച്ച് വാതിലിൽ തട്ടുകയാണ് സുധീഷ്. വാതിൽ തുറന്ന നിധി സുധീഷിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. സുധീഷ് പറയുന്നു, അച്ഛൻ പറഞ്ഞു അകത്ത് വന്ന് കിടക്കാൻ. അരികിലേക്ക് വന്ന ഭാസ്കരൻ പറയുകയാണ്, നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ മോളെ, എന്നിട്ടാണോ രണ്ടുപേരും രണ്ടിടത്ത് കിടക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരുത്തി ഓടിപ്പോയി എന്നുള്ള പേരുദോഷം എനിക്കുണ്ട്, ഇനി ഇവന് കൂടി അത് വേണോ? കേറി പോടാ അകത്ത്. അവിടെ വന്നെഴുന്നേറ്റ് സുഭാഷ് പറയുന്നു, അച്ഛൻ പോയി കിടക്കാൻ നോക്കിയേ. ഭാസ്കരൻ പറയുന്നു, നീ എന്നെ കിടത്താൻ നിൽക്കണ്ട, ആദ്യം ഇവൻ ഇവിടെ കിടക്കുമെന്ന് അറിയട്ടെ. കേറി പോടാ. നിധിയെ തന്നെ നോക്കി സുധീഷ് പതിയെ അകത്തേക്ക് കയറി പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു, നാണം, ആ കഥ അങ്ങ് അടയ്ക്ക്. സുഭാഷ് സുധീഷ് എന്ന് വിളിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്തിനാടാ സുധീഷിനെ വിളിക്കുന്നത്? അനിയനെ കെട്ടിപ്പിടിച്ചു കിടന്നില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ലേ കുശുംബൻ? പോയി കിടക്കടാ കാട്ടുപോത്തെ. നീ കഥ അടയ്ക്കടാ. എടാ അടയ്ക്കടാ. പോയി കിടന്നോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഭാസ്കരൻ തന്നെ വാതിൽ അടയ്ക്കുകയാണ്. സുധീഷും നിധിയും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, കുറ്റിയിടടാ. സുധീഷ് വാതിലിന്റെ കുറ്റി ഇടുകയാണ്. നിധി ദേഷ്യത്തോടുകൂടി ബെഡിലേക്ക് ഇരിക്കുന്നു. സുഭാഷ് പറയുന്നു, അച്ഛൻ പോയി കിടക്കാൻ നോക്കിയേ. ഭാസ്കരൻ ചോദിക്കുന്നു, നിനക്കെന്താടാ എന്നെ കിടത്താഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലേ? പോയി കിടക്കച്ചാന്ന് സുഭാഷ് പറയുമ്പോൾ കൊതുകുതിരി എടുക്കട്ടെടാന്ന് ഭാസ്കരൻ പറയുകയാണ്. കൊതുകുതിരിയൊക്കെ പിന്നെ എടുക്കാന്ന് പറഞ്ഞ ഭാസ്കരനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് സുഭാഷ്. ഇതെല്ലാം കണ്ട് സംശയത്തോടുകൂടി ഇരിക്കുകയാണ് ഹരീഷും നികേഷും. തുടർന്ന് സുധീഷ് പറയുന്നു, അത് എടോ അച്ഛൻ കാരണോ വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാ, സോറി. ഞാൻ ദേ ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒതുങ്ങി കിടന്നോളാം. അങ്ങനെ തറയിലേക്ക് പായും തലവണയിട്ട് ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞ് സുധീഷ് അവിടേക്ക് കിടക്കുകയാണ്. നിധി ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുന്നു, അച്ഛാ ഉമ്മ. നിധി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഭാസ്കറിനെ പുറത്തു കൊണ്ടിരുത്തിയിട്ട് സുഭാഷ് വന്ന് വാതിലിൽ തട്ടുകയാണ്. നിധി വാതിൽ തുറക്കുമ്പോൾ സുധീഷിനെ റൂമിൽ നിന്നും പിടിച്ചിറക്കുകയാണ് സുഭാഷ്. ഇത് കണ്ട് ചോദ്യം ചെയ്യുകയാണ് ഹരീഷ്. എന്റെ കല്യാണം കഴിയുന്നതുവരെ അവരൊരുമിച്ച് ഒരു റൂമിൽ കഴിയണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ ഞെട്ടി സംശയത്തോടു കൂടി ഇരിക്കുകയാണ് ഹരീഷും നികേഷും. തുടർന്ന് രാവിലെ ഹരീഷ് സുഭാഷിനോട് പറയുന്നു, രാത്രി അച്ഛൻ സുധീഷ് ഏട്ടനെ വിളിച്ച് റൂമിലാക്കിയതല്ലേ, സുഭാഷ് ഏട്ടൻ എന്തിനാ ആളെ വിളിച്ചിറക്കിയത്? സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയുന്നതുവരെ അവര് രണ്ടായി ജീവിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? ഹരീഷിന്റെ അരികിൽ ഉത്തരമില്ലാതെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുഭാഷ്. പിന്നീട് കാണിക്കുന്നത് സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുകയാണ് നികേഷും നിധിയും. അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, നിധി വരുന്നത് വരെ അവൻ ഈ കളിതമാശകളൊക്കെ കുറവായിരുന്നു, ഇപ്പൊ പക്ഷേ ഒരുപാട് മാറ്റമുണ്ട്. ഇവിടുന്ന് നിധി പോകുന്നതോടെ അതെല്ലാം ഇല്ലാതാകുകയും ചെയ്യും. ഇതെല്ലാം കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് നിധി. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.